സ്ത്രീകളും ദൈവാലയത്തിലെ പഴയ നിയമ വായനയും ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പലവിധമായ സംശയങ്ങൾ എനിക്ക് ആളുകൾ അയക്കാറുണ്ട്. എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ മറുപടി നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി സംശയം ചോദിക്കാം. അങ്ങനെ സംശയം ചോദിക്കുന്നവരിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് 4 പേർ അറിയേണ്ടതായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് വീഡിയോ ആയിട്ടിടുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു: പഴയ നിയമം വായിക്കാൻ സ്ത്രീകൾക്ക് അനുവാദമുണ്ടല്ലോ, ഇപ്പോൾ നമസ്കാരമേശയുടെ ഇടതുവശത്ത് നിന്ന് വായിക്കണോ വലതുവശത്ത് നിന്ന് വായിക്കണോ? സ്ത്രീകളുടെ ഭാഗം സാധാരണ വലതുവശമായതുകൊണ്ട് വലതുവശത്ത് നിന്ന് വായിക്കണോ അതോ ഇടതുവശത്ത് നിന്ന് വായിക്കണോ? കാരണം നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നതും കൊരിന്ത്യർക്ക് ലേഖനം വായിക്കുന്നതും രണ്ടും 2 സ്ഥലത്ത് നിന്നുണ്ടായതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, പല ദേവാലയങ്ങളിലും ഒരു പക്ഷേ വികാരിയച്ഛന്മാർ അനുവദിക്കാത്തത് കൊണ്ടോ ഇടവകയിലെ ആളുകളുടെ അനുവാദം കിട്ടാത്തതുകൊണ്ടോ പഴയ നിയമം വായിക്കാൻ സ്ത്രീകൾക്ക് അനുവാദം ലഭിക്കാറില്ല. അത് തിരുത്തപ്പെടേണ്ടതാണ്. സ്ത്രീകൾ വേദപുസ്തകം വായിക്കാൻ കഴിയണം. എൻ്റെ അഭിപ്രായത്തിൽ മാസത്തിൽ ഒന്നെങ്കിലും, അത് ഓരോ പ്രസ്ഥാനങ്ങൾക്ക് ഓരോ ദിവസം കൊടുത്താലും മാസത്തിൽ ഒന്നെങ്കിലും പഴയ നിയമം വായിക്കാൻ സ്ത്രീകൾക്ക് അനുവാദം ലഭിച്ചിട്ടുള്ളതായതുകൊണ്ട് അത് പ്രാവർത്തികമാക്കണമെന്നാണ് എൻ്റെ ചിന്ത. ഇനിയും ചോദ്യത്തിലേക്ക്, എവിടെ നിന്നുകൊണ്ട് വായിക്കണം? നമുക്കറിയാമല്ലോ, നമസ്കാരമേശ എന്ന് പറയുന്നത് തന്നെ നമസ്കാരത്തിനുള്ള മേശയാണ്. അതുകൊണ്ടാണ് പഴയ സെമിനാരിയിൽ ഒക്കെ ചെന്ന് നോക്കിയാൽ അറിയാം, അല്ല ഞങ്ങൾ പഠിച്ചത് അവിടെ നിന്നാണ്. എനിക്ക് ഏതെങ്കിലും വേറെ ആശ്രമങ്ങളിലോ അരമനകളിലോ ഒന്നും ഇന്ന് പരിചയമില്ല. പഴയ സെമിനാരിൽ ചെന്ന് നോക്കിയാൽ 2 നമസ്കാരമേശയാണ്. 2 സൈഡിൽ നിന്നുകൊണ്ട് പാട്ടുകൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി 2 ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം പ്രസക്തമല്ലാതെ മാറുകയാണ്. നമസ്കാരമേശയുടെ ഇടതുവശത്ത് നിന്നോ വലതുവശത്ത് നിന്നോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ലാതെ മാറുകയാണ്. ഈ 2 നമസ്കാരമേശയാകുമ്പോൾ അതിൻ്റെ ഇടതുവശത്ത് നിന്നാണോ വലതുവശത്ത് നിന്നാണോ എന്നുള്ളതാവും അപ്പോഴത്തെ സംശയം വരുന്നത്. ഇടതുവശത്തെ നമസ്കാരമേശയാണോ വലതുവശത്തെ നമസ്കാരമേശയാണോ എന്ന്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യം നമുക്കില്ല. കാരണം വേദപുസ്തകം വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം പറയുന്നതനുസരിച്ച് ഈ പുസ്തകം വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യമുള്ളവനായതുകൊണ്ട് തിരുവചനം വായിച്ച് കേൾപ്പിക്കുവാനുള്ള അവസരമാണ്. അത് വായിച്ച് വൃത്തിയായി കേൾപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് വശത്ത് നിന്ന് വായിക്കുന്നു എന്നല്ല, എത്ര ഭംഗിയായി കൃത്യമായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് വായന നിർവഹിക്കുന്നു എന്നുള്ളതിലാണ് പ്രസക്തം. പലപ്പോഴും നമ്മൾ ആദ്യമായി പുസ്തകം എടുത്തു വച്ച് വായിക്കാറുണ്ട്. ആ വായിക്കുന്നത് കേൾക്കുമ്പോഴേ അറിയാം, വായിക്കുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല, കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവും. അതായത് സ്ലീഹായാണെങ്കിലും. അതുകൊണ്ട് തന്നെ എന്നിൽ ദൈവം തമ്പുരാൻ തന്ന ഒരു കർത്തവ്യമാണതെന്നുള്ള ബോധ്യത്തിൽ വായിക്കാൻ അവസരം കിട്ടുമ്പോൾ, പൂർണ്ണമായ ബോധ്യത്തിൽ അത് വായിക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം പറയട്ടെ. പലപ്പോഴും ദേവാലയത്തിൽ ഇപ്പോൾ സ്ലീഹായ്ക്ക് വേണ്ടിയുള്ള ആ വേദഭാവം മാത്രം എടുത്തു വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പുസ്തകമുണ്ട്. MOC തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. പഴയ നിയമത്തിനും അതുപോലെ തന്നെ പുസ്തകമുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകളോ തിരുത്തലുകളോ കാണും. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം പിന്നീട് ക്രോഡീകരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ചില തെറ്റുകളും തിരുത്തുകൾക്ക് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ തെറ്റുകളുണ്ടോ എന്ന് ആദ്യമേ ഒന്ന് പരിശോധിക്കുന്നതല്ല ആ പുസ്തകത്തിൽ. രണ്ടാമതായി, ഇപ്പോൾ വന്ന് ഇങ്ങനത്തെ പുസ്തകങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് സത്യത്തിൽ വേദപുസ്തകത്തിൽ സെഫന്യാവ് എവിടെ, ഹഗ്ഗായി എവിടെ, മലാഖി എവിടെ, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എവിടെയാണെന്ന് പോലും അറിയാത്ത വിഭാഗമായി ഓർത്തഡോക്സ് സഭയിലെ ബഹുഭൂരിപക്ഷം പേര് മാറുന്നുണ്ട്. ഇല്ല, ഞാൻ ഇനി പറഞ്ഞിട്ട് നാളെ ഇത് കട്ട് ചെയ്തിട്ട് പറയും, അച്ഛൻ ഓർത്തഡോക്സുകാരെ മൊത്തം കളിയാക്കണ്ട, ഞങ്ങൾക്ക് വേദസാരം. നിങ്ങൾക്കറിയാം, അറിയാത്തവരെ കുറിച്ചാണ് പറയുന്നത്.
വേദപുസ്തകത്തിൽ എവിടെയാണ് ഈ ഭാഗം കിടക്കുന്നതെന്ന് പോലും അറിയാത്തവരുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം തന്നെ, നമ്മുടെ സ്വന്തം വേദപുസ്തകം തന്നെ കൊണ്ടുപോയി ആ വേദഭാഗം ഒന്ന് വായിക്കാമെങ്കിൽ അതൊരു അനുഗ്രഹമാണ്, യാതൊരു സംശയമില്ല. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് വേദപുസ്തകം നോക്കി വായിക്കുന്നത് അനുഗ്രഹം തന്നെയായിട്ട് തന്നെ പഠിപ്പിക്കുന്നത്. അല്ലാതെ വേദപുസ്തകത്തെ മാറ്റി നിർത്താനോ വേദപുസ്തകത്തിലുള്ളതോ ഇല്ലാതെ ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനോ ഒന്നും അല്ല നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദപുസ്തകം കൊണ്ടുപോയി ആ വേദപുസ്തകം നോക്കി വായിക്കാനും, അത് വായന കേൾക്കുന്നവരും അതേപോലെ വേദപുസ്തകം കൊണ്ടുവന്ന് വായന കേൾക്കുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ ഇതൊന്നും തുടങ്ങാൻ ആര് പൂച്ചയ്ക്ക് മണി കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു വൈദികൻ വിചാരിച്ചാലൊന്നും തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ തലത്തിലുള്ള തീരുമാനങ്ങൾ വരുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ. എന്തായിരുന്നാലും ഞാൻ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യട്ടെ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. 1, വായിക്കുന്നതാണ് പ്രധാനം. 2, ഏത് ഭാഗത്ത് നിന്ന് വായിക്കുന്നു എന്നല്ല, നമസ്കാരമേശയുടെ ഇടത്തോ വലതോ എന്നുള്ളതല്ല, എവിടെ നിന്ന് വായിച്ചാലും കുഴപ്പമില്ല. 3, തെറ്റുകൾ കൂടാതെ വൃത്തിയായി സ്വന്തം വേദപുസ്തകം നോക്കി വായിക്കാനിടയാകട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.